ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പ് പദ്ധതിക്കായുള്ള ഗുണഭോക്താക്കളുടെ പൂർണ്ണ ലിസ്റ്റ് പുറത്തുവിടാൻ വൈകുന്നുവെന്നാണ് പരാതി. ജനകീയ സമിതിയും മേപ്പാടി പഞ്ചായത്തും ചേർന്ന് ലിസ്റ്റ് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇത് പരിശോധിച്ച് അംഗീകരിക്കാൻ സർക്കാർ ഉദാസീനത കാണിക്കുകയാണെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിക്കുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ മനോജ് ജെ പറഞ്ഞു. ഞങ്ങൾ സമരം തീരുമാനിച്ചത് ഇപ്പോൾ നമുക്കറിയാം, ഉരുൾപൊട്ടിയിട്ട് 7 മാസത്തോളമായി. 7 മാസത്തോളമായിട്ട് ഇതുപോലെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണഭോക്തൃ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട്. കാരണം ഈ ഫുള്ളി വാഷ് ഔട്ടായ വീടുകളുടെ കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അത് ഏത് സാഹചര്യത്തിലും അത് വരുന്നുള്ളത്, അവർക്ക് വീട് കിട്ടുന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ മത്തായി സാർ ലൈനിൻ്റെ അകത്തുള്ളതും അതിൻ്റെ അപ്പുറത്ത് പുറത്തുള്ള കുറച്ച് ആശങ്കയുള്ള വീടുകളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് ഞങ്ങളൊരു കണക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് വെരിഫൈ ചെയ്തിട്ട് അവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഇതുവരെ ചെയ്തില്ല. അതിൻ്റെ ഒരു ആശങ്കയും അതോടൊപ്പം തന്നെ ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 5 സെൻറ്റ് ഭൂമിയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്, സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അത് 10 സെൻറ്റ് ആക്കണമെന്ന് ഞങ്ങൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനും ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഒന്നാം ഘട്ട പട്ടികയിൽ 242 കുടുംബങ്ങളാണ് ഉൾപ്പെട്ടത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ച ഈ പട്ടികയിൽ ഭൂമിയും വീടുമടക്കം നഷ്ടപ്പെട്ടവരെ ഒഴിവാക്കിയെന്നാണ് ആക്ഷേപം. ഇതോടെ വീട് ലഭിക്കുന്ന കാര്യത്തിൽ പലർക്കും ആശങ്കയുണ്ട്. നെടുമ്പാല എസ്റ്റേറ്റിലേതുപോലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലും 10 സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിക്കണമെന്ന ജനകീയ സമിതിയുടെ ആവശ്യവും സർക്കാർ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഇരു എസ്റ്റേറ്റുകളും ഒന്നിച്ച് ഏറ്റെടുത്ത് പുനരധിവാസം വേഗത്തിലാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തിങ്കളാഴ്ച കളക്ട്രേറ്റിൽ ദുരന്തബാധിതർ ഉപവാസ സമരം നടത്തുക. വരും ദിവസങ്ങളിലും അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.